തന്നെ തിരിച്ചറിഞ്ഞു. എന്തൊക്കെയായിരുന്നു മോദിയുടെ ഗ്യാരണ്ടി? ഒന്ന് LPGയുടെ വില വർധനമായിരുന്നു. അത് 400 രൂപ UPA ഗവൺമെന്റിന്റെ കാലത്തായിരുന്നത് നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു 200 ആക്കി തരും. എന്നാൽ അത് 1200 പോയി. 60 രൂപ പെട്രോളിന്റെ വില ഉണ്ടായിരുന്നത് നിങ്ങളുടെ K സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ വന്നാൽ 30 ആക്കി തരാം. അതെത്രയായി? 130 അടുത്ത് എത്തി. നാരി ശക്തി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ മോദിയുടെ മറ്റൊരു ഗ്യാരണ്ടി. നാരി ശക്തിയുടെ ഭാഗമായി ബ്രിജ്ഭൂഷൺ പ്രൂഫ് ഇല്ലാതെ സഹപാർലമെന്റേറിയൻസിന് പോലും പാർലമെന്റിൽ പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ രണ്ടാമത് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞെന്താ? കോൺഗ്രസ് നിങ്ങളുടെ മംഗല്യ സൂത്രം പറിച്ചെടുക്കും. നോക്കൂ, അത് പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നല്ലേ പറഞ്ഞത്? മംഗല്യ സൂത്രത്തോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ അതിനേക്കാൾ വൈകാരികമായി ഇവിടെ ചില പാവപ്പെട്ട സാധാരണക്കാരായ ഒളിമ്പിക്സ് താരങ്ങൾ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡലുകൾ ഉണ്ടല്ലോ, അത് വലിച്ചെടുത്ത് ഗംഗയിൽ എറിയേണ്ട ഗതിയിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് ഇവിടെ ആരുടെ മംഗലസൂത്രം പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്കോ ബുദ്ധർക്കോ ജൈനർക്കോ ക്രിസ്ത്യാനിക്കോ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കിയിട്ടില്ല. അത് മോദിയുടെ വാക്ക് മാത്രമാണ്. പക്ഷെ നടന്നതെന്താ? ആ മംഗല്യ സൂത്രത്തെക്കാൾ പ്രാധാന്യത്തോടു കൂടി, അതിനേക്കാൾ വിലയോടുകൂടി, അതിനേക്കാൾ വൈകാരികതയോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച സൗത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളായ ഒളിമ്പിക്സ് താരങ്ങൾ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡൽ എടുത്ത് ഗംഗയിൽ ഒടുക്കേണ്ട ഗതി ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? മോദിയാ. ആരാ ഉണ്ടാക്കിയത്? മോദിയുടെ നിങ്ങളുടെ താരപ്രചാരകനായിരുന്ന 2019-ലും 2014-ലും നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്ന ബ്രിജ്ഭൂഷൺ. നോക്കൂ, നിങ്ങൾ നാരി ഗ്യാരണ്ടി എന്ന് പറയുമ്പോ നോർത്ത് ഇന്ത്യയിൽ അത് ബ്രിജ്ഭൂഷൺ ആണ് അതിന്റെ അംബാസിഡർ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോ ആരാ നിങ്ങളുടെ അംബാസിഡർ? നിങ്ങളുടെ അംബാസിഡറിന്റെ പേര് പ്രജ്വൽ രേവണ്ണ എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു